വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം. സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെയും കൃപകളെയും ഒക്കെ നന്ദിയോടുകൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. 2024 പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ആദ്യത്തെ ഞായറാഴ്ച തന്നെ നമ്മുടെ മഹാരവ അധ്യക്ഷനായിരിക്കുന്ന ഞാൻ ലക്ഷ്മിയോടും പ്രിയ മോളോടും ജന്മസമൊക്കെ ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കിട്ടിയൊരു ഭാഗ്യത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ ശനിയാഴ്ച പിന്നെയാണ് തിരുമേനി വരുന്ന കാര്യം അറിയാൻ സാധ്യമായി തീർന്നത്. ഇടയ്ക്ക് ഒരുമിച്ച് ടൈമുണ്ടാകും. അതിനുവേണ്ടി കർമ്മം നല്ല പ്രാർത്ഥിച്ചപ്പെടുകയും ഇന്ന് നമ്മുടെ ചിന്താവിഷയം തന്നെ കാര്യവിചാരകത്വമാണ്. അത് സ്വാധീനം ഉത്തരവാദിത്തോടു കൂടെ ചെയ്യണമെന്നുള്ളത് എന്നെ പെട്ടെന്ന് സ്പർശിച്ച ആ ചിന്താവിഷയം ഒരാഴ്ചയായിട്ട് ആ ചിന്താവിഷയത്തെ പറ്റി നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ളൂ. തിരുമേനി നിശബ്ദമായിരിക്കുന്ന കടന്നറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശുശ്രൂഷ 3 വർഷം ചെയ്തിട്ട് മടങ്ങി വന്ന ദൈവാലയത്തിൽ പറഞ്ഞു അനുചരമായ ഒരു ശുശ്രൂഷ അങ്ങനെ ലഭിച്ച ഒരു സന്തോഷത്തോടുകൂടെ ആരാധന കഴിഞ്ഞപ്പോഴേ എന്നെ വിളിച്ചു. പക്ഷേ ഞാൻ സൈറ്റാക്കി വെച്ചിട്ടുണ്ട്, അറിയില്ല. അതിഭയങ്കരമായ സാറേ ഞങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നതാണ് തിരുമേനിയുടെ സാന്നിധ്യം വന്നു. സ്ഥിരീകരണത്തിനായി നിങ്ങൾ ഒരുപാട് ക്രമീകരണം ചെയ്ത് വന്നു. തിരുമേനിയെ വിളിക്കണമെന്നുള്ള നല്ല തീരുമാനം കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ട്രാൻസ് നമുക്ക് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നന്ദി. എന്നാലും അതിനുള്ള അവസരം ഒരുക്കി ഇന്ന് തിരുമേനിയും മഹായുടെ ദക്ഷിണായ സ്ഥാനത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ദൈവാലയത്തിൽ കടന്നു വരുന്നത്. നല്ല പ്രവർത്തനത്തെയും ജീവിതത്തെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വലിയ ബുദ്ധിമുട്ടുകളുള്ള യാത്രാ സൗകര്യങ്ങൾ അല്പം പ്രയാസങ്ങളുള്ള അങ്ങനെയുള്ള സഭകളൊക്കെ കഴിഞ്ഞ് പോകാത്ത സഭകളിലൊക്കെ തിരുമേനി നാളുകളിൽ സമയം ലഭിക്കുന്നത് പോലെ ഓടി നടക്കുന്നു. അതിന് ദൈവം ആവശ്യം ആരോഗ്യമെല്ലാം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മഹായുടെ ചുമതല കൂടാതെ മറ്റ് മഹായുടെ ചുമതലയും കൂടെ മോഡറേറ്റർ കമ്മിറ്റിയായിട്ട് തിരുമേനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അതെല്ലാം ഓടി നടന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സഭയിലുള്ള ചെറിയ കുടുംബങ്ങളെ, ചെറിയ സഭകളെ കരുതുവാനും സ്നേഹിക്കുവാനും അവരോടുകൂടെ ആയിരിക്കുവാൻ ദൈവത്തെ മുഖത്ത് കൊടുക്കുവാൻ ഇങ്ങനെ കാണിക്കുന്ന നല്ല മനസ്സിലായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ധ്യാനസഭ തന്നെയാണ്. എൻ്റെ കുറച്ച് വിലക്ക് വിളിച്ച് പറഞ്ഞപ്പോഴെല്ലാം വലിയ സന്തോഷം. നമ്മളെങ്ങനെയാണ് നമ്മൾ ക്ഷണിക്കാതെ പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ടാണോ എന്ന് എൻ്റെ പറയുകയുണ്ടായി വിളിച്ചതൊക്കെ. ഞങ്ങളില്ലാതെ തിരുമേനി നമ്മൾ സന്ദർശിക്കാനായിട്ട് വരുന്ന സന്തോഷത്തോടുകൂടി നമുക്ക് ലഭിക്കുന്ന അവസരമാണ് എന്ന് നമുക്ക് അങ്ങനെ ഒരു വിവാദം അല്പം കാലാവസ്ഥ പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ അനുഗ്രഹിച്ച് നമുക്ക് നന്ദിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ധ്യാന സംഗതി സഭയിലേക്ക് ഏറ്റവും ഹാർദവുമായി അധ്യക്ഷനായിരിക്കുന്ന സിനിമയെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സഭയുടെ പേരിലും സഭയുടെ ചുമതലയുടെ പേരിലും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അധികമായി ശക്തിയേക്കും ഏർപ്പെടുത്തി ചെയ്യട്ടെ. മഹായുടെ പ്രഥമ കുടുംബമാണല്ലോ എപ്പോഴും മഹായുടെ അധ്യക്ഷന കുടുംബം. മാത്രമല്ല സുജനങ്ങൾക്ക് ശക്തി പകർന്ന നമ്മുടെ സ്നേഹസഖ്യത്തിന്റെ മഹായുടെ തലത്തിലുള്ള പ്രസിഡന്റ് കൂടെ നമ്മുടെ അഭിമന്യ റാബി ഫ്രാൻസിസ് കൊച്ചമ്മയാണ്. കൊച്ചമ്മ നമ്മുടെ മധ്യത്തിലേക്ക് കാണുന്നത് ഞാൻ വെട്ടി ചോദിച്ച് കൊച്ചമ്മ വരുമോ എങ്ങനെയാണ് മിക്കാറ് പോകുമ്പോൾ ഒരുമിച്ച് പോകുന്ന എനിക്കറിയാം. എന്നാലും പ്രയാസപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ ചോദിച്ചിട്ട് ഞാൻ രാവിലെ പറയാം എന്ന് മാത്രമേ തിരുമേനി പറഞ്ഞു. എന്നാൽ നമുക്ക് ഇന്ന് കുടുംബമായിട്ട് അവരോട് ചേർന്ന് ധാരാളമായ അവസരം ലഭിച്ചിരിക്കുക. ബഹുമാനമുള്ള ബിഷപ്പമ്മ റാബി ഫ്രാൻസിസ് കൊച്ചമ്മയെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സഭയിലേക്കും ആരാധനയിലേക്കും സമാജത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ശക്തമായ നേതൃത്വം കൊടുക്കുവാൻ തിരുമേനിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശിക്ഷ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കട്ടെ.